നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു ബാത്ത് ടവലാണ്. ഒരു ബാത്ത് ടവലിൽ എങ്ങനെയാണ് ആപ്ലിക് വർക്ക് ചെയ്യുന്നതെന്ന് ഇന്ന് നമുക്ക് നോക്കാം. ബാത്ത് ടവൽ ഹൂപ്പിൽ ഉറപ്പിച്ച് നമുക്ക് ചെയ്യാം. എന്നാൽ ഞാൻ ഇന്ന് ഡയറക്റ്റ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അതിനായിട്ട് ഇങ്ങനെ ഒരു പേപ്പർ ഇതിനടിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇത് ചെയ്യുമ്പോൾ കുറച്ച് ക്വാളിറ്റിയുള്ള പേപ്പർ തന്നെ വെച്ച് ചെയ്യണം. ന്യൂസ് പേപ്പർ ഒന്നും വെച്ച് ചെയ്യരുത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നന്നായി സ്റ്റിച്ച് ചെയ്തെടുക്കാൻ സാധിക്കില്ല. സ്റ്റിച്ച് ചെയ്യാനുള്ള ഡിസൈൻ ഞാനൊരു പ്രിൻ്റഡ് തുണിയിൽ വരച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു സർക്കിളായി തോന്നുമെങ്കിലും ഇതൊരു 8 വശങ്ങളുള്ള ഒരു ഒക്ടാഗൺ ആയിട്ടുള്ള ഒരു ഷേപ്പാണ്. ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. കാരണം ബാത്ത് ടവലിൽ സ്റ്റിച്ച് ചെയ്യുന്ന കുറച്ച് പ്രയാസമാണ്. അതുകൊണ്ട് ഒരു ബിഗിനേഴ്സിന് ഏറ്റവും സൗകര്യപ്രദമായ രീതിയിലുള്ള ഒരു ഡിസൈനാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഡിസൈൻ ഇങ്ങനെ ബാത്ത് ടവലിൻ്റെ മുകളിൽ വെച്ച് സ്ട്രെച്ച് ചെയ്ത് പിടിച്ച് വശങ്ങൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പോകാം. സാധാരണ എംബ്രോയ്ഡറി ചെയ്യുമ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ ഫീഡ് ഡോഗും പ്രഷർ ഫുട്ടും എല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നീഡിലിനെ ഡയറക്റ്റ് ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്. നമ്മൾ തന്നെ പതുക്കെ ഡിസൈനും ടവലും നീക്കി കൊടുത്ത് അടുത്തടുത്ത് വരുന്ന സ്റ്റിച്ചുകൾ വീഴത്തക്ക രീതിയിൽ നീക്കി കൊടുക്കണം. വാക്കുകൾ ഇതുപോലെ ആദ്യം നമുക്ക് തയ്ച്ച് ഉറപ്പിക്കാം. ആദ്യം നമ്മൾ റണ്ണിങ് സ്റ്റിച്ചിൽ തയ്ച്ച് ഉറപ്പിച്ച് കഴിഞ്ഞു. ഇനി സിക്സാഗ് സ്റ്റിച്ച് സെലക്ട് ചെയ്ത് നമ്മളുടെ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്യാം. ടവൽ ഹൂപ്പിൽ ഉറപ്പിക്കാത്തതുകൊണ്ട് നമ്മൾ കൈകൾ കൊണ്ട് തന്നെ സ്ട്രെച്ച് ചെയ്ത് പിടിച്ച് വേണം തയ്ച്ചു പോകാൻ. സാറ്റിൻ സ്റ്റിച്ച് ചെയ്യുമ്പോഴും റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുമ്പോഴും നമ്മൾ 2 കൈകളും ഉപയോഗിച്ച് സ്ട്രെച്ച് ചെയ്ത് തയ്ച്ചു പോകും. ഇനി ഡിസൈൻ്റെ വക്കുകൾ സാറ്റിൻ സ്റ്റിച്ച് ഉപയോഗിച്ച് കവർ ചെയ്ത് ഭംഗിയാക്കാം. തയ്ക്കുമ്പോഴിങ്ങനെ സ്ട്രെച്ച് ചെയ്ത് പിടിക്കേണ്ടതുകൊണ്ട് വീഡിയോയിൽ കുറച്ച് കാഴ്ചയ്ക്ക് തടസ്സം വരുന്നുണ്ട്. എന്നാലും എനിക്ക് തോന്നുന്നത് തയ്ച്ച് കഴിയുമ്പോൾ പല ഭാഗങ്ങളിലായിട്ട് നിങ്ങൾക്കത് വ്യക്തമായിട്ട് കാണാമെന്നാണ്.
ഇതുപോലെ എന്ത് ഡിസൈൻ വേണമെങ്കിലും, ഡിസൈൻസോ മോണോഗ്രാമോ ലെറ്റേഴ്സോ എന്ത് വേണമെങ്കിലും നമുക്ക് ബാത്ത് ടവലിൽ തയ്ച്ച് ബാത്ത് ടവൽ ഭംഗിയാക്കാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഓർപ്പിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ മറുപടി നൽകുന്നതാണ്. വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് കടന്നു വരാം. നമസ്കാരം.